ബ്ലെസ്സിങ്സ് എവരിവൺ. ഇന്ന് ഞങ്ങളൊരു പ്രയർ ജേർണിക്ക് പോവുകയാണ്. ന്യൂജേഴ്സിയുടെ ഓരോ കൗണ്ടീസിലും, ന്യൂജേഴ്സിയിൽ 22 കൗണ്ടീസ് ഉണ്ട്. എല്ലാ കൗണ്ടീസിലും പോയി ഒരു വാക്കെങ്കിലും പ്രാർത്ഥിക്കണം എന്നൊരു ഉദ്ദേശത്തോടെയാണ് ഞങ്ങൾ പുറപ്പെടുന്നത്. കഴിഞ്ഞ വർഷം ഞങ്ങൾ 22 സ്റ്റേറ്റുകളിലൂടെ ട്രാവൽ ചെയ്ത് US പ്രയർ ജേർണി നടത്താനിടയായി. കർത്താവിൻ്റെ ദാസന്മാർ ഞങ്ങൾ 12 പേര് ഒരുമിച്ച് ഞങ്ങൾ പ്രയർ ജേർണി നടത്തി. അത് US ഇലക്ഷന് തൊട്ട് മുമ്പായിരുന്നു. ആ ഒരു ഇലക്ഷനിൽ നമ്മൾ ആര് ഇലക്റ്റ് ആവണം എന്ന് ആഗ്രഹിച്ചോ ആ വ്യക്തി തന്നെ ഇലക്റ്റ് ആവാൻ ഇടയായി. ഇതുപോലെ തന്നെ ഇപ്പോൾ ന്യൂജേഴ്സിയിൽ ഗവർണർ ഇലക്ഷൻ നടക്കുന്നു. നമ്മുടെ നാട്ടിൽ പറഞ്ഞാൽ ഒരു CM ഇലക്ട് ചെയ്യണ പോലെ തന്നെ CM പോലെ തന്നെയാണ് ഇവിടെ ഗവർണർ എന്ന് പറഞ്ഞത്. അപ്പോൾ ഇലക്ഷൻ നവംബർ 4 നടക്കുന്നു. അതിനുവേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അതിനുവേണ്ടി നിങ്ങൾ കാണുന്ന ഓരോരുത്തരും, പ്രത്യേകിച്ച് US തന്നെ കാണുന്നവരെല്ലാവരും ഈ ഇലക്ഷന് വേണ്ടി പ്രാർത്ഥിക്കുക. നമുക്ക് ഒന്നായി പ്രാർത്ഥിക്കാൻ ഒരു കടമ്പയുണ്ട് നമ്മുടെ ദേശത്തിന് വേണ്ടി. കറക്റ്റായ വ്യക്തി തിരഞ്ഞെടുക്കപ്പെടണം. ദൈവത്തിൻ്റെ വചനത്തിന് വിരുദ്ധമായൊന്നും ഈ ദേശത്ത് സംഭവിക്കരുത്, സ്കൂളുകളിൽ സംഭവിക്കരുത്. സ്കൂളിലൊക്കെ ഒത്തിരി ഇമ്മോറലായിട്ടുള്ള കാര്യങ്ങൾ, ദൈവികമല്ലാത്ത കാര്യങ്ങളൊക്കെ കൊണ്ടുവരാനൊക്കെ പല അജണ്ടകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് നടക്കരുത്. നമ്മുടെ ഉത്തരവാദിത്തമാണ് ഈ ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക എന്നത്. പ്രത്യേകിച്ച് US തന്നെ കണ്ടുകൊണ്ടിരിക്കുന്നവർ ഈ ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക, ന്യൂജേഴ്സിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അപ്പോൾ തന്നെ ന്യൂയോർക്കിലെ മേയർ ഇലക്ഷൻ നടക്കുന്നു. നിങ്ങൾക്കെല്ലാം വിവേചിക്കാൻ കഴിയും. പ്രത്യേകിച്ച് ദൈവവചനം അറിയാവുന്നവർക്ക്, ക്രിസ്ത്യാനികൾക്ക്, അയക്കവർക്കൊക്കെ ഇവിടെ നടക്കുന്ന ആരെല്ലാമാണ് തിരഞ്ഞെടുക്കപ്പെടേണ്ടത്, ആരെല്ലാമാണ് ദൈവത്തിൻ്റെ വചനത്തിന് വിരുദ്ധമായി നിൽക്കുന്നത്, അനുകൂലമായി നിൽക്കുന്നത് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ കഴിയും. നമുക്ക് വിവേകം കൊണ്ട് ഒരു വാക്ക് നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു വചനം ഈ ദേശത്തിൽ പല സ്ഥലങ്ങളിൽ സ്റ്റോപ്പ് ചെയ്ത് ഞങ്ങൾ പ്രാർത്ഥിക്കാനൊക്കെ ആഗ്രഹിക്കുകയാണ്. തുടർന്നുള്ള വീഡിയോയിൽ നിങ്ങൾക്കത് കാണാൻ കഴിയും. ഈ വീഡിയോ കാണുമ്പോൾ തന്നെ അതിന് വേണ്ടി പ്രാർത്ഥിക്കുക. ഓരോ സ്ഥലങ്ങൾ നിങ്ങൾ കാണുമ്പോൾ അവിടെ നിങ്ങൾ സ്റ്റോപ്പ് ചെയ്തൊക്കെ പ്രാർത്ഥിച്ചതൊക്കെ കാണുമ്പോൾ, അല്ലെങ്കിൽ വീഡിയോസിൽ ഞങ്ങൾ ട്രാവൽ ചെയ്യുന്നതൊക്കെ വീഡിയോസിൽ കാണാൻ കഴിയും. അപ്പോൾ എല്ലാ സ്ഥലങ്ങൾക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കുക. യേശുവിൻ്റെ രക്തം പ്ലീഡ് ചെയ്ത് പ്രാർത്ഥിക്കുക. യേശുവിൻ്റെ രക്തത്താൽ ഈ ദേശം കവർ ചെയ്യപ്പെടണം. ഒരു വചനം പറഞ്ഞ് നമുക്ക് ഈ പ്രയർ ജേർണി തുടങ്ങാം. Psalms 22:28 says like this: For the kingdom is the Lord's and he is the governor among the nations. രാജ്യത്വം യഹോവയ്ക്കുള്ളതല്ലോ, അവൻ ജാതികളെ ഭരിക്കുന്നു. ഇവിടെ ഗവർണർ ഇലക്ഷൻ നടക്കുന്നത്. പക്ഷേ ദൈവത്തിൻ്റെ വചനം പറയുന്നത് ഹീ ഈസ് ദ ഗവർണർ എമോങ് ദ നേഷൻസ്. ദൈവത്തിൻ്റെ ഹിതം നടക്കണം. ദൈവത്തിൻ്റെ ഹിതപ്രകാരമുള്ള വ്യക്തി തിരഞ്ഞെടുക്കപ്പെടണം. Isaiah 60:1 വായിക്കുന്ന പോലെ Arise, shine, for thy light is come and the glory of the Lord is risen upon thee. ഞാൻ വിശ്വസിക്കുന്നു ഒരു എൻഡ് ടൈം റിവൈവലിന് വേണ്ടി ഒരു സമയം ദൈവം ഒരുക്കിയിരിക്കുകയാണ്. ദൈവത്തിൻ്റെ ഹിതപ്രകാരമുള്ള വ്യക്തികൾ ഈ രാജ്യത്തിന് മേൽ വാഴാൻ പോകുന്നു. അതിന് വിരുദ്ധമായ എല്ലാം ഇടിയട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. നിങ്ങളും പ്രാർത്ഥിക്കുക. ഒരു നിർണായകമായ ഒരു ഇലക്ഷന് വേണ്ടി ദൈവത്തിൻ്റെ ഹിതപ്രകാരമുള്ള വ്യക്തി മാത്രം തിരഞ്ഞെടുക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുക. നമ്മൾ എഴുന്നേറ്റ് പ്രകാശിക്കേണ്ട സമയമാണ്. നമ്മളെ എഴുന്നേറ്റ് പ്രകാശിക്കുക. യഹോവയുടെ പ്രകാശം നമ്മുടെ മേൽ വന്നിരിക്കുകയാണ്. ഞാൻ ഈ പ്രയർ ജേർണി ചെയ്യുന്നത് ദൈവത്തിൻ്റെ ഒരു ഗൈഡൻസ് പ്രകാരമാണ്. ഇത് കുറച്ച് നാളുകളെല്ലാം ഡിലേ ആയെങ്കിലും നന്നായി ചെയ്യുവാനും നന്നായി തന്നെ പൂർത്തീകരിക്കാനും വലിയ ദൈവ സാന്നിധ്യം ഈ പ്രയർ ജേർണിയിലൊക്കെ ഉടനീളം അനുഭവിക്കാനൊക്കെ ഇടയായി. ഞങ്ങൾ താമസിക്കുന്നത് US ന്യൂജേഴ്സി എന്ന ഈ സ്റ്റേറ്റിലാണ്. ന്യൂജേഴ്സിയുടെ ഒഫീഷ്യൽ നെയിം സ്റ്റേറ്റ് ഓഫ് ന്യൂജേഴ്സി എന്നാണ്. അബ്രിവിയേഷൻ പറയുന്നത് NJ എന്ന് പറയും. അമേരിക്കയിലെ പല സ്റ്റേറ്റുകൾക്കും പല നിക് നെയിംസ് ഉണ്ട്. ന്യൂജേഴ്സിയുടെ നിക് നെയിം ഗാർഡൻ സ്റ്റേറ്റ് എന്നാണ്. ട്രെൻഡൻ ആണ് ഇതിൻ്റെ ക്യാപിറ്റൽ, ഏറ്റവും വലിയ സിറ്റി. യുണൈറ്റഡ് സ്റ്റേറ്റ്സിൻ്റെ ഒരു നോർത്ത് ഈസ്റ്റേൺ പാർട്ടിൽ ന്യൂയോർക്ക് ഒരു സൈഡിൽ വരുന്നു, അറ്റ്ലാന്റിക് ഓഷ്യൻ ഒരു സൈഡിൽ വരുന്നു, പെൻസിൽവാനിയ, ഡെലവെയർ ഇതൊക്കെയാണ് ബോർഡർ ആയിട്ട് വരുന്ന സ്റ്റേറ്റുകൾ. ഇതിൻ്റെ ഗവർണർ ഫിൽ മർഫി എന്ന് പറഞ്ഞ വ്യക്തിയാണ്. ഈ അടുത്ത ഒരു മാസമൊക്കെ മുമ്പ് വാർത്തകൾ കാണാനിടയായി. ഫിൽ മർഫി കൊച്ചിയിൽ ലുലു മാളൊക്കെ സന്ദർശിച്ചിരുന്നു. ന്യൂജേഴ്സിയും കേരളവും തമ്മിൽ ബന്ധമുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഈ വീഡിയോ കാണുമ്പോൾ ഈ ദേശത്തെ ഒന്ന് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വരുന്ന ഗവർണർ ഇലക്ഷൻ
കൃത്യമായിട്ട് ദൈവഹിതമായ വ്യക്തി മാത്രം തിരഞ്ഞെടുക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുക. നവംബർ 4-നാണ് ഇലക്ഷൻ വരുന്നത്. MP-മാർ MLA-മാർ എന്നൊക്കെ പറയുന്ന പോലെ 7 മെമ്പേഴ്സ് 40 മെമ്പേഴ്സ് ഉണ്ട്. ജനറൽ അസംബ്ലിയിൽ 80 മെമ്പേഴ്സ് ഉണ്ട്. അമേരിക്കയ്ക്ക് 50 സ്റ്റേറ്റ് ഉണ്ട്. 50 സ്റ്റേറ്റിൽ ഏറ്റവും ചെറിയ 5 സ്റ്റേറ്റുകളിലൊന്നാണ് ന്യൂജേഴ്സി. എങ്കിലും സമ്പത്തിൻ്റെ കാര്യത്തിൽ, GDP-യുടെ കാര്യത്തിൽ ഏറ്റവും ഉയർന്ന സ്റ്റേറ്റുകളിലൊന്നാണ് ന്യൂജേഴ്സി. ഇൻഫ്രാസ്ട്രക്ചേഴ്സ്, റോഡ് എല്ലാം ഏറ്റവും മികച്ചത് തന്നെയാണ് ന്യൂജേഴ്സിയിൽ. ഞങ്ങൾ ശരിക്കും ഡേ 1 ആരംഭിക്കുന്നത്, ഞങ്ങൾ താമസിക്കുന്ന സ്ഥലം സെൻട്രൽ ജേഴ്സിയാണ്. അവിടെ നിന്ന് സതേൺ മോസ്റ്റ് പാർട്ട് ഓഫ് കേപ്പ് മേ എന്ന് പറഞ്ഞ ന്യൂജേഴ്സിയുടെ സ്ഥലത്തേക്ക് പോയി. അതിനുശേഷം തിരിച്ചു വരുമ്പോൾ ഓഷ്യൻ സിറ്റി, അറ്റ്ലാന്റിക് സിറ്റിയൊക്കെ ഞാൻ യാത്ര ചെയ്യുമ്പോൾ വാസ്തവത്തിൽ അതൊരു നമ്മുടെ അമേരിക്കയുടെ മറ്റൊരു സൈഡിൽ കിടക്കുന്ന ലാസ് വേഗാസ്, എൻ്റർടൈൻമെൻറ്റ് സിറ്റിയായ ലാസ് വേഗാസ് പോലെ അതിൻ്റെ ഒരു മിനി ലാസ് വേഗാസ് എന്ന് പറയാം അറ്റ്ലാന്റിക് സിറ്റി. അറ്റ്ലാന്റിക് ബ്രോഡ്വേ ഒക്കെ ഭയങ്കര ഫേമസ് ആണ്. ആ ദേശത്തും പോയി പ്രാർത്ഥിച്ചു. നമുക്കറിയാം ഒരു സ്പിരിച്വൽ അറ്റ്മോസ്ഫിയറൊക്കെ വളരെ മോശമാണ്. നമുക്കത് സെൻസ് ചെയ്യാൻ പറ്റും. അറ്റ്ലാന്റിക് സിറ്റി പ്രത്യേകിച്ച് അതൊരു ടൂറിസ്റ്റ് കേന്ദ്രമാണ്, ഒരു ചൂതാട്ട കേന്ദ്രമാണ്. ഭയങ്കര ഗാംബ്ലിങ്ങും കാര്യങ്ങളൊക്കെ നടക്കുന്ന ഒരു സ്ഥലമാണ്. ആ ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. ഞാൻ ഈ വീഡിയോയിൽ ആ സിറ്റിയൊക്കെ കാണിക്കുന്നുണ്ട്. ആ ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. ഒരു സ്പിരിച്വൽ അറ്റ്മോസ്ഫിയർ. പല സിറ്റികളിലൊക്കെ പോകുമ്പോൾ ചില സിറ്റിയൊക്കെ സ്പിരിച്വൽ അറ്റ്മോസ്ഫിയർ ഇറ്റ്സ് ഓക്കെ ഓൾ ടുഗദർ. ഞാൻ പറഞ്ഞല്ലോ, ന്യൂജേഴ്സി ഒരു ലോകപരമായ എർത്തിലെയൊക്കെ സമൃദ്ധിയുള്ള ഒരു സ്റ്റേറ്റ് ആണെങ്കിലും സ്പിരിച്വലി അറ്റ്മോസ്ഫിയർ ഈസ് നോട്ട് സോ ഗുഡ്. ബട്ട് ഞാൻ വിശ്വസിക്കുന്നു ദൈവം ഒരു ഓപ്പൺ ഹെവൻ ഈ ദേശത്തിന് മേൽ തുറക്കാൻ സമയമായിരിക്കുന്നു. ഞങ്ങൾ പോകുന്ന ഒരു പാത്ത് ജസ്റ്റ് നിങ്ങൾക്ക് കാണാം. ഇതിലൂടെ ടോംസ് റിവർ ഇങ്ങനെയുള്ള ഒത്തിരി സ്ഥലങ്ങളിലൂടെ കടന്നുപോയി. അന്നത്തെ ദിവസം പ്രാർത്ഥിച്ച് തിരിച്ച് വീട്ടിലെത്തി. ഡേ 2 ഞങ്ങൾ ഫസ്റ്റ് യാത്ര ചെയ്ത് ന്യൂജേഴ്സിയുടെ തന്നെ ക്യാപിറ്റലായ ട്രെൻഡനിലേക്കാണ്. ട്രെൻഡൻ വഴി ഞങ്ങൾ വൈൻലാൻഡ്, അതിൻ്റെ ഇടയിൽ ഒത്തിരി സ്ഥലങ്ങളുണ്ട്. പല സ്ഥലങ്ങളിലും നിർത്തി സ്റ്റോപ്പ് ചെയ്ത് പ്രാർത്ഥിക്കാനിടയായി. വൈൻലാൻഡ് എന്ന് പറഞ്ഞ കുംബർലാൻഡ് എന്ന് പറഞ്ഞൊരു കൗണ്ടിയുടെ ഒരു മെയിൻ സിറ്റിയാണ്. അത് കഴിഞ്ഞ് സേലം എന്ന് പറഞ്ഞ കൗണ്ടി പോയി പ്രാർത്ഥിച്ചു. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ട്രെൻഡൻ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ന്യൂജേഴ്സിയുടെ ക്യാപിറ്റലാണ് ട്രെൻഡൻ. ഈ പ്രയർ ജേണിയുടെ ഭാഗമായിട്ട് നമ്മൾ ട്രെൻഡനിൽ എത്തിയിരിക്കുന്നു. ട്രെൻഡിന് വേണ്ടി പ്രാർത്ഥിക്കുക, ന്യൂജേഴ്സിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഞാൻ ഈ ദേശത്ത് നിന്ന് ന്യൂജേഴ്സി അനുഗ്രഹിക്കുന്നു. വരാൻ പോകുന്ന ഇലക്ഷൻ ദൈവഹിതമായിട്ടുള്ള വ്യക്തി മാത്രം തിരഞ്ഞെടുക്കപ്പെടണം. അതിനുവേണ്ടി നിങ്ങളും പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ, സ്തോത്രം. കഴിഞ്ഞ നാളുകളിലെല്ലാം നമ്മൾ പ്രയർ ജേണി നടത്തിയപ്പോൾ ദൈവം അത്ഭുതം ചെയ്ത പോലെ ഈ ദേശത്തിന് വേണ്ടി US ഇലക്ഷനിൽ ദൈവത്തിൻ്റെ കരം ചലിച്ചതുപോലെ ന്യൂജേഴ്സി ഗവർണർ ഇലക്ഷനിലും മറ്റ് ന്യൂയോർക്കിലെ മേയർ ഇലക്ഷൻ, ഇതിലെല്ലാം ദൈവത്തിൻ്റെ കരം ചലിക്കണം. ദൈവത്തിൻ്റെ ഹൃദയപ്രകാരമുള്ള വ്യക്തി തിരഞ്ഞെടുക്കപ്പെടണം. അതിനുവേണ്ടി പ്രാർത്ഥിക്കുക. ബ്ലെസ് യു. പ്രത്യേകിച്ച് ഈ വഴിയാത്രയിൽ ട്രെൻഡനിൽ ഒത്തിരി ഏറ്റവും കൂടുതൽ സമയം അവിടെയാണ് സ്പെൻഡ് ചെയ്തത്. അങ്ങനെ രണ്ടാമത്തെ ദിവസം മിഡിൽ സെക്സ് എന്ന് പറഞ്ഞ കൗണ്ടി തുടങ്ങി മെർസർ, ബെർലിംഗ്ടൺ, ക്യാംപ്ടൺ, ഗ്ലോക്കസ്റ്റർ, സേലം, കുംബർലാൻഡ് ഈ കൗണ്ടികളെല്ലാം പോകാനിടയായി. തിരിച്ചു വരുമ്പോൾ സോമർസെറ്റ്, ഹണ്ടർടൺ, വാരൻ, സക്സസ്, മോറിസ്, ഈ കൗണ്ടീസ് എല്ലാം സെക്കൻഡ് ഡേ കവർ ചെയ്യാൻ ദൈവം അവസരം നൽകി. നമ്മൾ
നമ്മളിപ്പോൾ നിൽക്കുന്നത് വൈൻലാൻഡ് എന്ന് പറഞ്ഞ ഒരു പ്ലേസിലാണ്. കുംബർലാൻഡ് എന്ന ഒരു കൗണ്ടി, ന്യൂജേഴ്സിയുടെ ഒരു കൗണ്ടിയിലാണ് നിൽക്കുന്നത്. ഈ കൗണ്ടിക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഈ കൗണ്ടി ന്യൂജേഴ്സിയുടെ ഏറ്റവും സദേൺ മോസ്റ്റ് പാർട്ടിൽ വരുന്നതാണ്. ഈ കൗണ്ടിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ, ന്യൂജേഴ്സിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഞാനൊരു വചനം ഈ ദേശത്തിന് മേൽ ഡിക്ലെയർ ചെയ്ത് പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു. ഐസിയ 60:18 അതിങ്ങനെ വായിക്കുന്നു: ഇനി നിന്റെ ദേശത്ത് സാഹസവും നിന്റെ അതിരിനകത്ത് ശൂന്യവും നാശവും കേൾക്കില്ല. നിന്റെ മതിലുകൾക്ക് രക്ഷയെന്നും നിന്റെ വാതിലുകൾക്ക് സ്തുതി എന്നും നീ പേർ പറയും. Violence shall no more be heard in thy land, wasting no destruction within thy borders. Shall call thy walls salvation and thy gates praise. ഈ ദേശം ഹല്ലേലൂയ രക്ഷയുടെ പേരിൽ അറിയപ്പെടട്ടെ. ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് ഒരു വിളഭൂമിയിലാണ്. ഇതുപോലെ തന്നെ ഞാൻ പ്രാർത്ഥിക്കുന്നു ന്യൂജേഴ്സിക്ക് വേണ്ടി. ദൈവം ഒരു വലിയൊരു വിളവ്, ഒരു ഹാർവസ്റ്റ് ദൈവം ഒരുക്കിയിരിക്കുക. സ്തോത്രം ചെയ്യുന്നു. ഒരു സീസൺ ഓഫ് ഹാർവസ്റ്റിലേക്ക് ഈ ദേശം കിടക്കുന്നു. അതിനുവേണ്ടി ദൈവമക്കളെല്ലാം ഒത്തൊരുമിച്ച് പ്രവർത്തിക്കേണ്ട ഒരു സമയത്തിലേക്ക് നമ്മൾ എത്തിയിരിക്കുന്നു ഞാൻ വിശ്വസിക്കുന്നു. ഹല്ലേലൂയ. അനേകർ നമ്മൾ വിതച്ചത് ഹല്ലേലൂയ, ഈ ദേശം വിതച്ചതൊക്കെ ഒരു എൻഡ് ടൈം ഹാർവസ്റ്റിൻ്റെ ടൈം ലോകമെമ്പാടും ഹല്ലേലൂയ ആയിരിക്കുന്നു. അതിനെല്ലാം നമ്മളെ ദൈവം ശക്തമായിട്ട് ഉപയോഗിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞാനിപ്പോൾ നിൽക്കുന്നത് ന്യൂജേഴ്സിയിലെ ക്യാംഡൻ എന്ന സ്ഥലത്താണ്. ദാനിയേലിന്റെ പുസ്തകം 2-ാം അധ്യായം 21-ാം വാക്യം ഞാൻ ഇവിടെ നിന്ന് ഡിക്ലെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. He changes the times and seasons and he removeth kings and setteth up kings. ഞാൻ ഇവിടെ നിന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ദേശത്തിന് മേൽ, ന്യൂജേഴ്സിയുടെ മേൽ ഈ വചനം വെച്ച് പ്രാർത്ഥിക്കുകയാണ്. ചില ഭരണകൂടങ്ങൾ, ചില ഗവൺമെൻറ്റുകൾ താഴെ പോയിട്ട് ദൈവം സെറ്റ് ചെയ്യുന്ന ഭരണം ഈ ദേശത്തിന്മേൽ വരാൻ വേണ്ടി ഞാൻ യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, ഡിക്ലെയർ ചെയ്യുന്നു. കഴിഞ്ഞ രാത്രിയിൽ ഞാനൊരു സ്വപ്നം കാണാനിടയായി. ആ സ്വപ്നം ഇങ്ങനെയായിരുന്നു. ഞാനും കുറേ കൂട്ടുകാരും റോഡാണ് ഞാൻ കാണുന്നത്. ആ റോഡിൽ ഒത്തിരി പാമ്പിനെ തല്ലിക്കൊല്ലുന്നു. പ്രത്യേകിച്ച് ഞാൻ ഓരോ ഇൻസ്ട്രക്ഷൻസ് ഇങ്ങനെ നൽകുന്ന കാണുന്നു. പക്ഷേ എൻ്റെ കൂട്ടുകാരാണ് അതിനെല്ലാം തല്ലിക്കൊല്ലുന്നതായിട്ട് കാണുന്നത്. എന്നിട്ട് ഒരു കൂമ്പാരമായിട്ട് പാമ്പുകൾ, പല വെറൈറ്റി പാമ്പുകൾ, പല സൈസിലുള്ള പാമ്പുകളെല്ലാം ചത്ത് കിടക്കുന്ന കാണാനിടയായി. ഞാൻ വിശ്വസിക്കുന്നു, ഞങ്ങൾ ഈ പ്രയർ ചെയ്ത് നടക്കുമ്പോൾ ദേശത്ത് ഇറങ്ങി ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോഴെല്ലാം ആത്മമണ്ഡലത്തിൽ ഒരു വലിയ ചലനങ്ങൾ സംഭവിക്കുന്നു. ചില പാമ്പിൻ്റെ ശക്തികളെല്ലാം അല്ലെങ്കിൽ തകർന്നു വീഴുന്നു. പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെ ചവിട്ടുവാൻ തന്ന അധികാരം ഉപയോഗിക്കുന്നു. ഹല്ലേലൂയ. കർത്താവ് ആ അധികാരം ഉപയോഗിച്ച് കർത്താവിൻ്റെ ദൂതന്മാർ ആ കർത്തവ്യം ചെയ്യുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദൈവം തന്ന ഒരടയാളമാണ്, എൻകറേജ് ചെയ്യുന്ന ഒരു ദൈവിക ഇടപെടലായിരുന്നു അതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമുക്കൊക്കെ ചില ദേശത്ത് വൻ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. നമ്മൾ ചെയ്യുമ്പോൾ, നമ്മൾ നടക്കുമ്പോൾ, നമ്മൾ ഒരു ഹല്ലേലൂയ പറയുമ്പോൾ ഒക്കെ ദുഷ്ടാത്മ ശക്തികൾ, പാമ്പിൻ്റെ ശക്തികളെല്ലാം അവരെ തകർന്നു വീഴുകയാണ്, അതിൻ്റെ തല തകരുകയാണ്. Prayer warriors, say hallelujah. 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 Hallelujah, Joe. Hallelujah. ഇപ്പം ഞാൻ നിൽക്കുന്നത് ന്യൂജേഴ്സിയിലെ വാഷിങ്ടൺ എന്ന് പറഞ്ഞാൽ വാഷിങ്ടൺ DC ഉണ്ട്, പിന്നെ വാഷിങ്ടൺ എന്ന് പറഞ്ഞ സ്റ്റേറ്റ് ഉണ്ട്. ഇത് ന്യൂജേഴ്സിയിലെ വാഷിങ്ടൺ എന്ന് പറഞ്ഞൊരു ഒരു പ്ലേസാണ്. കണ്ടിട്ട് ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത്. പഴയൊരു സ്റ്റേറ്റ്, പഴയൊരു ടൗൺ. നമുക്കൊരു വചനം വായിച്ച് അത് ഏറ്റുപറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം, ഒരു വാക്ക് പ്രാർത്ഥിക്കാം.
If my people which are called by my name shall humble themselves and pray and seek my face and turn from their wicked ways, then will I hear from heaven and will forgive their sin and will heal their land. എൻ്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്ന എൻ്റെ ജനം തങ്ങളെ തന്നെ താഴ്ത്തി പ്രാർത്ഥിച്ച് എൻ്റെ മുഖം അന്വേഷിച്ച് തങ്ങളുടെ ദുർമാർഗ്ഗങ്ങളെ വിട്ടു തിരിയുമെങ്കിൽ ഞാൻ സ്വർഗത്തിൽ നിന്ന് കേട്ട് അവരുടെ പാപം ക്ഷമിച്ച് അവരുടെ ദേശത്തിന് സൗഖ്യം വരുത്തി കൊടുക്കും. ദേശത്തിന് സൗഖ്യം വരണമെങ്കിൽ ദൈവത്തിൻ്റെ വചനം പറയുന്ന ആ ജനം they have to humble themselves and seek the face of the Lord. മാത്രമല്ല ദുർമാർഗ്ഗങ്ങളെ വിട്ടു തിരിയുമെങ്കിൽ ഞാൻ സ്വർഗത്തിൽ നിന്ന് കേട്ട് അവരുടെ പാപത്തെ ക്ഷമിച്ച് ദേശത്തിന് സൗഖ്യം കൊടുത്തു. ഈ ദേശത്തിന് റിവൈവൽ സംഭവിക്കുന്നതിന് മുമ്പേ അല്ലെങ്കിൽ the people has to humble themselves and seek their face. അങ്ങനെ ഒന്നുണ്ടാവാൻ വേണ്ടി കർത്താവിന് വേണ്ടി പ്രാർത്ഥിക്കാം. യേശുവിൻ്റെ രക്തം ഞാൻ ഈ ദേശത്ത് സ്പ്രിങ്കിൾ ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ന്യൂജേഴ്സിയിൽ മുഴുവൻ സ്പ്രിങ്കിൾ ചെയ്ത് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ രക്തത്താൽ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവർ ഞങ്ങളെല്ലാവരെയും വാഹനം എല്ലാ രക്തത്താൽ മറച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ഈ ദേശം അനുഗ്രഹിക്കപ്പെടട്ടെ. ദേശം ഹല്ലേലൂയ ദൈവത്തിന് മുമ്പാകെ ഹമ്പിളാവട്ടെ. ഹ്യൂമിലിറ്റിയുള്ള ഒരു ദേശമായി തീരട്ടെ. ഹ്യൂമിലിറ്റിയുള്ള ജനമായി തീരട്ടെ. ഹ്യൂമിലിറ്റിയുള്ള ചർച്ചസ് ഉണ്ടാവട്ടെ. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ മുഖം പൂർണ്ണമായി അവരുടെ സമ്പത്തിലല്ല ദൈവത്തിൻ്റെ മുഖം അന്വേഷിക്കുന്നവർ ഈ ദേശത്ത് എഴുന്നേൽക്കട്ടെ. ഹല്ലേലൂയ. ഞാനത് ഡിക്ലെയർ ചെയ്യുന്നു, പ്രാർത്ഥിക്കുന്നു. ഈ വചനം അങ്ങനെ സംഭവിക്കട്ടെ. ദേശത്തിന് മേലെ ഒരു ഹീലിംഗ് സംഭവിക്കട്ടെ. മൂന്നാമത്തെ ദിവസം ഞങ്ങൾ ബാക്കിയുള്ള 3-4 കൗണ്ടീസും കൂടിയും പോകാനും പ്രാർത്ഥിക്കുവാനും ഇടയാക്കി. യൂണിയൻ, പിന്നെ എസ്സെക്സ്, അവിടെയാണ് ന്യൂയോർക്ക് എന്ന ന്യൂജേഴ്സിയിലെ ഏറ്റവും വലിയ സിറ്റി. അവിടെയാണ് ഇൻ്റർനാഷണൽ എയർപോർട്ട്. 3 എയർപോർട്ടുണ്ട് ന്യൂജേഴ്സിക്ക്. അറ്റ്ലാന്റിക് സിറ്റി, അവിടെ ഒരു അറ്റ്ലാന്റിക്കിലെ ഒരു ഇൻ്റർനാഷണൽ എയർപോർട്ടുണ്ട്. ട്രെൻഡൻ ഒരു എയർപോർട്ടുണ്ട്. അങ്ങനെ 3 മേജർ എയർപോർട്ട്സാണ് ന്യൂജേഴ്സിക്കുള്ളത്. ന്യൂയോർക്കിൽ പോയി ന്യൂയോർക്ക് എയർപോർട്ടിൻ്റെ കോമ്പൗണ്ടിൽ യാത്ര ചെയ്തു. പിന്നെ അവിടെ നിന്ന് ബർഗൻ കൗണ്ടിയിൽ ഹാക്കൻസാക്കിൽ യാത്ര ചെയ്തു. അവിടെ നിന്ന് പസായിക് എന്ന ഒരു കൗണ്ടിയുണ്ട്. ആ കൗണ്ടിയിൽ പാറ്റേഴ്സൺ എന്ന പ്ലേസിൽ, പസായിക്കിൻ്റെ ക്യാപിറ്റലാണ് പാറ്റേഴ്സൺ, അവിടെയും പോയി യാത്ര ചെയ്ത് വീണ്ടും തിരിച്ച് വീട്ടിൽ മടങ്ങി വരാനിടയായി. പ്രയർ ജേണി നമ്മൾ നടത്തുന്നത് കൊണ്ടുള്ള എന്തുകൊണ്ടാണ് ദൈവം അങ്ങനെ ചെയ്യാൻ നമ്മളോട് സംസാരിക്കുന്നത് നമുക്ക് ബൈബിളിൽ വചനങ്ങൾ വെച്ച് നോക്കുമ്പോൾ ബൈബിൾ എന്താണ് സംസാരിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. യോശുവയുടെ പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 3, അതിൻ്റെ ഇംഗ്ലീഷിൽ ഇങ്ങനെ വായിക്കുന്നത്: എവറി പ്ലേസ് ദാറ്റ് ദ സോൾ ഓഫ് യുവർ ഫുഡ് ഷാൾ ട്രെഡ് അപ്പോൺ ഐ ഹാവ് ഗിവൺ അൺടു യു. അപ്പം നമ്മൾ ഓരോ ദേശത്തിറങ്ങി നമ്മൾ വാക്ക് ചെയ്യുമ്പോൾ, പ്രയർ ജേർണി ചെയ്യുമ്പോൾ, വി ആർ ഡിക്ലെയറിങ് ഗോഡ്സ് പ്രോമിസ് ആൻഡ് അതോറിറ്റി ഓവർ ദാറ്റ് ലാൻഡ്. ജെനസിസ് 13:17 നമുക്ക് വായിക്കുന്നു, അബ്രഹാമിനോട് ദൈവം പറയാണ്, എറൈസ് വാക്ക് ത്രൂ ദ ലാൻഡ് ഫോർ ഐ വിൽ ഗീവ് ഇറ്റ് അൺടു യു. നിനക്ക് തരും, നീ എഴുന്നേറ്റ് നടക്കുക. അപ്പോൾ എന്തിനാണ് ദൈവം അങ്ങനെ എഴുന്നേറ്റ് നടക്കുക? ദൈവത്തിന് അങ്ങനെ കൊടുക്കാൻ കഴിയില്ലേ? ദൈവത്തിന് കൊടുക്കാൻ കഴിയും, പക്ഷേ ഇറ്റ്സ് എ പ്രൊഫറ്റിക് ആക്ട്. പ്രൊഫറ്റിക് ആക്ട് വളരെ പ്രധാനമാണ്. ബൈബിളിൽ നമുക്ക് ഒത്തിരി പ്രൊഫറ്റിക് ആക്ട്സ് അപ്പോസ്തലന്മാർ, ദൈവത്തിൻ്റെ പ്രവാചകന്മാർ ഒക്കെ ചെയ്യുന്ന കാണാം. ചുരുക്കി പറഞ്ഞാൽ ഇതൊരു പ്രൊഫറ്റിക് ആക്റ്റാണ്. നമ്മൾ വാക്ക് ചെയ്യുന്നത്, ട്രാവൽ ചെയ്യുന്നത്, ഓരോ പ്ലേസിലൂടെ ട്രാവൽ ചെയ്യുമ്പോൾ പ്രാർത്ഥിക്കുന്നത്, ഇറ്റ്സ് എ പ്രൊഫറ്റിക് ആക്ട് ഓഫ് ക്ലെയിമിങ് ദാറ്റ് ലാൻഡ് ഓർ ദാറ്റ് വാട്ട് എവർ ദാറ്റ് ബിൽഡിംഗ് ആയിക്കോട്ടെ, ഫോർ ഗോഡ്സ് പർപ്പസ്. അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ട, ഞങ്ങൾക്ക് പോലും അത്ഭുതപ്പെടുന്ന തരത്തിൽ ഒരു ദൈവിക പ്രസൻസിൽ കുടുംബമായിട്ട് ദൈവം ഇത് ചെയ്യാൻ ദൈവം അവസരം ഒരുക്കി. നമ്മൾ ഈ കഴിഞ്ഞ 3 ദിവസങ്ങളിലായിട്ട് ഒരു ദിവസം ഫുള്ളും, ഒരു ഞായറാഴ്ച ഉച്ച കഴിഞ്ഞ് 26-ാം തീയതി ഞായറാഴ്ച ഉച്ച കഴിഞ്ഞ് തുടങ്ങിയ ഈ പ്രയർ ജേർണി ഇന്ന് ഞങ്ങൾ 22 കൗണ്ടീസ് ഫിനിഷ് ചെയ്ത് 22 കൗണ്ടീസിലും പോയി ഒരു വാക്കെങ്കിലും പ്രാർത്ഥിക്കുവാൻ ദൈവം അവസരമൊരുക്കി. അതിനായി കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. വലിയ ദൈവ സാന്നിധ്യം, ഞാൻ കുറച്ച് നേരം മുമ്പ് ഷെയർ ചെയ്ത പോലെ വലിയ സ്വപ്നങ്ങൾ, ദൈവിക എൻകൗണ്ടറുകൾ, അല്ലെങ്കിൽ വലിയ യാത്രയിലെല്ലാം ഉടനീളം എനിക്ക് വലിയ ദൈവ സാന്നിധ്യം ഞങ്ങൾക്ക് കുടുംബമായിട്ട് അനുഭവിക്കാനിടയായി. എല്ലാത്തിലും ദൈവത്തിൻ്റെ കരുണ, കൃപ എല്ലാം കൂടിയിരുന്നു.
ഞാൻ വിശ്വസിക്കുന്നു വെറുതെ അല്ല ദൈവം എന്നെ അയച്ചത്. ഞാൻ കണ്ട പോലെ ചില പാമ്പിൻ്റെ ശക്തികൾ, ചില പൈശാചിക ശക്തികളെല്ലാം ഈ ദേശത്ത് തകർന്നിരിക്കുന്നു എന്ന് വിശ്വസിക്കുകയാണ്. കർത്താവിൻ്റെ സ്വപ്നത്തിൽ അതാണ് സംസാരിച്ചത്. വിശ്വസിക്കുകയാണ് ഇതുപോലത്തെ പ്രയചനികൾ ഇനി കൂടുതലായിട്ട് ഈ ദേശത്തും ലോകത്തെമ്പാടും സംഭവിക്കട്ടെ. ഇനിയും ഞങ്ങൾക്കും കൂടുതലായിട്ട് ചെയ്യുവാനൊക്കെ ദൈവം അനേക സ്ഥലങ്ങളിൽ ചെയ്യുവാനൊക്കെ ഒരുക്കട്ടെ. അതിനു വേണ്ടി ഒന്നിച്ച് പ്രവർത്തിക്കാം. നിങ്ങൾക്ക് പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നവരെല്ലാവരും ഞാനുമായിട്ട് കോണ്ടാക്ട് ചെയ്യണം, പ്രവർത്തിക്കണം. നമുക്ക് ഒരുമിച്ച് കർത്താവിൻ്റെ രാജ്യത്തിന് വേണ്ടി ഒന്നിച്ച് ഈ ദേശത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി ഒക്കെ പ്രവർത്തിക്കാം. ബ്ലസ് യു.